ഒരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ 500 പേരുണ്ടെന്ന് കരുതുക. പക്ഷെ ആരും സംസാരിക്കുന്നില്ല. ആരും ഒന്നും ചോദിക്കുന്നുമില്ല. ആരും വെബിനാറിൽ വരുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്താ പ്രയോജനം? ഇനി മറുവശത്ത് 50 പേർ മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റി. പക്ഷേ അവർ ദിവസവും സംസാരിക്കുന്നു, ടാസ്ക് ചെയ്യുന്നു, വെബിനാറിൽ പങ്കെടുക്കുന്നു, ഒരുമിച്ച് വളരുന്നു. ഏതാണ് ശക്തമായത്? ആളുകളുടെ എണ്ണമല്ല, ബന്ധത്തിന്റെ ആഴമാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് സംസാരിച്ചു. സോഷ്യൽ മീഡിയ ആളുകളെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. പക്ഷേ അവർ നിങ്ങളോടൊപ്പം തുടരുന്ന സ്ഥലം എവിടെയാണ്? അതാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി. അപ്പം വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത. അവിടെയാണ് വിശ്വാസം വളരുന്നത്. അവിടെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അവിടെ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അവിടെ പിന്നീട് കോഴ്സുകളും മെമ്പർഷിപ്പുകളും സ്വാഭാവികമായി രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ്. ഗ്രൂപ്പ് അല്ല കുടുംബം. ഒരു കാര്യം എപ്പോഴും ഓർക്കണം. നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നതല്ല, നിങ്ങളൊരു കുടുംബം നിർമ്മിക്കുകയാണ്. ഗ്രൂപ്പിൽ ചേരുന്ന ഓരോ ആളും ഇങ്ങനെ തോന്നണം: എന്നെ ഇവിടെ ആരോ മനസ്സിലാക്കുന്നു. അതിനാലാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ദിവസവും എന്തെങ്കിലും വാല്യൂ നൽകാൻ പറയുന്നത്. എപ്പോഴും സ്പെല്ലിംഗ് അല്ല, എപ്പോഴും സെല്ലിംഗ് അല്ല. ആദ്യം ഹെൽപ്പിംഗ്, പിന്നെ ട്രസ്റ്റ്, അതിനുശേഷം മാത്രമാണ് സെല്ലിംഗ് വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ, ആളുകൾ എന്തിനാണ് കമ്മ്യൂണിറ്റിയിൽ തുടരുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആളുകൾ ഓഫറിന് വേണ്ടി ജോയിൻ ചെയ്യും, പക്ഷേ വാല്യൂവിന് വേണ്ടിയാണ് അവർ തുടരുന്നത്. നിങ്ങൾ ദിവസവും ഒരു ചെറിയ ടിപ്പ് നൽകിയാൽ, ഒരു മോട്ടിവേഷൻ നൽകിയാൽ, ഒരു ചെറിയ ടാസ്ക് നൽകിയാൽ, അതുമല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അവർ പതിയെ ആക്റ്റീവ് ആകും. കമ്മ്യൂണിറ്റി ജീവിക്കാൻ തുടങ്ങും. അതാണ് സത്യം. ഇനി മൂന്നാമത്തെ കാര്യം, ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് പലരും ചോദിക്കാറുണ്ട്, ദിവസവും എന്ത് മെസ്സേജ് നമ്മൾ അയക്കേണ്ടത്? വളരെ എളുപ്പമാണ്. ഈ 5 കാര്യങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഫസ്റ്റ് മൺഡേ മോട്ടിവേഷണൽ തോട്ട്സ് കൊടുക്കുക. ട്യൂസ്ഡേ ചെറിയ ടാസ്കുകൾ കൊടുക്കുക. വെനസ്ഡേ വീഡിയോയെ കുറിച്ച് നമ്മൾ ഡിസ്കഷൻ നടത്തുക നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. വ്യാഴാഴ്ച നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കുക, ക്വസ്റ്റ്യൻ അവർ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ കൊടുക്കുക. വെള്ളിയാഴ്ച നമുക്ക് വെബിനാർ റിമൈൻഡർ ദിവസമായിട്ട് ആചരിക്കാം. ഇത്ര മാത്രം ചെയ്താലും കമ്മ്യൂണിറ്റി വളരെ സജീവമായിട്ടുണ്ടാവും. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റൂൾസ് എന്തിനെന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റി വളരണമെങ്കിൽ ആദ്യം അതിനൊരു സംസ്കാരം വേണം. ആ സംസ്കാരം തുടങ്ങുന്നത് റൂൾസിലൂടെയാണ്. എന്നാൽ റൂൾസ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന നിയമങ്ങളല്ല. ഉദാഹരണത്തിന്, എല്ലാവരെയും ബഹുമാനിക്കുക, സ്പാം മെസ്സേജസ് അയക്കരുത്, കഴിയുന്നത്ര ദിവസവും ആക്റ്റീവ് ആയിരിക്കുക, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. ഈ 4 കാര്യങ്ങൾ മാത്രം മതി ഒരു നല്ല കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനം. ഇത് വളർത്തിയെടുത്താൽ നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാൻ സാധിക്കും. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കിയാൽ, സൈലന്റ് മെമ്പേഴ്സിനെ എങ്ങനെ ആക്റ്റീവ് ആക്കാം എന്നുള്ളത് കമ്മ്യൂണിറ്റിയിലാണ് സാധിക്കുന്നത്. പല അഡ്മിന്മാരും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. ആരും റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത് നിർത്തും. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. സൈലന്റ് ആയിരിക്കുന്ന ആളുകൾ പോലും വായിക്കുന്നുണ്ടാവും. അവരെ സംസാരിപ്പിക്കാൻ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കൂ. ഉദാഹരണം, ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? ഇന്ന് ആരൊക്കെ 30 മിനിറ്റ് സ്വന്തം സ്വപ്നത്തിനായി മാറ്റിവെച്ചു? അയക്കൂ. നിങ്ങളുടെ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ ചെറിയ ഇന്ററാക്ഷൻ വലിയ കമ്മ്യൂണിറ്റിയിലേക്ക് വളർത്തും. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെബിനാർ അറ്റൻഡൻസ് ആണ്. ഈ വെബിനാർ അറ്റൻഡൻസ് നമുക്ക് എങ്ങനെ കൂട്ടാൻ സാധിക്കും? അതും ഒരു കമ്മ്യൂണിറ്റിയിലൂടെ തന്നെയാണ്. ഒരു വെബിനാർ വിജയിക്കണമെങ്കിൽ അത് വെബിനാർ നടക്കുന്ന ദിവസം മാത്രമല്ല തുടങ്ങേണ്ടത്. 3-4 ദിവസം മുമ്പ് തന്നെ ആവേശം സൃഷ്ടിക്കണം. ഉദാഹരണത്തിന്, ഈ ശനിയാഴ്ച ഞാനൊരു പ്രധാന കാര്യം പങ്കുവെക്കുന്നുണ്ട്. ഞാൻ പങ്കുവെക്കാൻ പോകുന്ന ഈ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഒരു വ്യക്തമായ റോഡ് മാപ്പ് ലഭിക്കും. ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ കഴിയുക? ഒന്ന് കമന്റ് ചെയ്യൂ. ഐ ആം റെഡി എന്ന് എഴുതൂ.
ഇങ്ങനെ ചെയ്താൽ ആളുകൾ മാനസികമായി വെബിനാറിന് തയ്യാറാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്റ്റുഡൻസ് എങ്ങനെ വളർന്നു വരും. ആളുകൾ ഒരു ദിവസം കൊണ്ട് കോഴ്സ് വാങ്ങില്ല. ആദ്യം അവർ നിങ്ങളെ കാണണം, നിങ്ങളെ വിശ്വാസം ഉണ്ടാകണം. പിന്നീട് നിങ്ങളുടെ കണ്ടന്റ് കാണും, പിന്നീട് കമ്മ്യൂണിറ്റിയിൽ ചേരും. നിങ്ങളിൽ വിശ്വാസം വളരും, അതിനുശേഷം മാത്രമാണ് കോഴ്സ് വാങ്ങുക. അതുകൊണ്ട് കമ്മ്യൂണിറ്റിയെ സെയിൽസ് ഗ്രൂപ്പ് ആക്കരുത്, റിലേഷൻഷിപ്പ് ഗ്രൂപ്പ് ആക്കുക. വിശ്വാസം ഉണ്ടാകുമ്പോൾ സെയിൽസ് സ്വാഭാവികമായി വന്നോളും. ഹോംവർക്ക്. ഇന്നത്തെ ഹോംവർക്ക് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇന്ന് തന്നെ ഒരു ചെറിയ ചോദ്യം ചോദിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ കിച്ചൺ സ്കിൽ എന്താണ്? അല്ലെങ്കിൽ ഈ മാസം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ലക്ഷ്യം എന്താണ്? ആളുകളുടെ മറുപടികൾ നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെയാണ് നിങ്ങളുടെ അടുത്ത കണ്ടന്റിന്റെ ഐഡിയാസ് ഒളിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഒരു കാര്യം മാത്രം ഓർക്കുക. ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ മൊബൈൽ മാത്രം മതി. പക്ഷേ ഒരു ശക്തമായ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ സ്നേഹവും സ്ഥിരതയും ആത്മാർത്ഥതയും വേണം. നിങ്ങൾ ഇതുവരെ നമ്മുടെ കിച്ചൺ ടു ഇൻകം വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചേർന്നിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൂടെ ലിങ്ക് ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അവിടെ ദിവസവും ടിപ്സ്, വെബിനാർ അപ്ഡേറ്റ്സ്, സപ്പോർട്ട് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കിച്ചൺ ബിസിനസ് തുടങ്ങുന്നവർ ചെയ്യുന്ന 10 തെറ്റുകളാണ്. ഈ 10 തെറ്റുകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വർഷങ്ങളോളം എടുക്കാവുന്ന പല തെറ്റുകളും ഒഴിവാക്കാൻ കഴിയും. ആ വീഡിയോ തീർച്ചയായും കാണണം. ഞാൻ റീമ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.